അങ്ങനെ ഹീറോയിൻ എടുത്ത ആ ഒരു ജ്വല്ലറി തന്നെ തനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇവൾക്ക് അത് കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവള് നേരത്തെ ഫോണിൽ കുറ്റം പറഞ്ഞ വ്യക്തിയെ ഇവളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ മുന്നിലുള്ളത് ആ വ്യക്തിയാണെന്നും ഇവൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ് എന്ന് പറയുമ്പോൾ ഹീറോ അവൾക്കിട്ട് ഒരു പണി എടുക്കാനായിട്ട് നീ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇത് ബില്ലടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവന്റെ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ ആ ഒരു സെയിൽസ് ഗേളും മാഡം സാർ ഇവിടുത്തെ ഗോൾഡ് മെമ്പർ ആണ്, അതുകൊണ്ട് തന്നെ ഈ ജ്വല്ലറി സാറിന് കൊടുത്തേ പറ്റൂ എന്ന് ഹീറോയിനോട് പറയുന്നു. അവസാനം ഇവളെ വേറെ നിവൃത്തിയില്ലാതെ അവനോട് കെഞ്ചി അത് തനിക്ക് തന്നെ തരണം സർ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ വലിയ കാര്യത്തിൽ ചിരിച്ചുകൊണ്ട് പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു. അങ്ങനെ ഇവള് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വേറൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതും ഇവന് തന്നെ വേണമെന്ന് പറയുന്നു. അപ്പോഴും ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് ദേഷ്യം വന്ന് വായിൽ വരുന്നതൊക്കെ അവനെ പറയുന്നു. അപ്പൊ ഹീറോ ഞാനിത് നിനക്ക് തന്നേക്കാം, പക്ഷെ നീ പബ്ലിക്കായിട്ട് എന്നോട് ക്ഷമ ചോദിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹീറോയിന് ഒന്നും മനസ്സിലാവുന്നില്ല. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ അവനോട് ഞാനെന്തിനാ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് ചോദിച്ച് അവന് നല്ലത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു.